പീരീഡ് അല്ലെ, ഒരുപാട് നാൾക്ക് ശേഷമാണ് Xylem RAVE ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ നമ്മുടെ ക്ലാസ് ഇല്ലാതിരുന്നിട്ട് പോലും ഒരുപാട് പേര് ടെലഗ്രാമിൽ വന്നിട്ട് മിസ്സേ ക്ലാസ് വേണം, Xylem RAVE എന്നാ തുടങ്ങുക, എന്താ മിസ് ഇപ്പൊ ഇല്ലാത്തത്, വീക്ക്ലി ചെയ്യാവോ, ഡെയിലി ചെയ്യാവോ, അങ്ങനെ 100 കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത് തുടങ്ങിയ സമയത്ത് ഇത്രയും ആൾക്കാർക്ക് ഇത് ഉപയോഗപ്രദമാകും, ഇത്രയും ആൾക്കാർ ഇത് കാണും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ അത്രയും ഒരു ഹ്യൂജ് ഓഡിയൻസ് വൊക്കാബ് അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു എഡിറ്റോറിയൽ ക്ലാസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ കുട്ടികളെല്ലാം വന്ന് എന്നോട് പറഞ്ഞപ്പോൾ. സോ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം എന്താണ് ഈ Xylem RAVE ചെയ്യാണ്. വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇത്രയും നാളൊരു ഗ്യാപ്പ് എടുത്തത്. മാരത്തോൺസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഒരു ഒക്ടോബർ ഓഗസ്റ്റ് പീരീഡ് ഒക്കെ നമ്മുടെ ബാങ്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്താണ്. ഒരുപാട് ബാങ്ക് എക്സാംസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ മാരത്തോൺസിൻ്റെ ഇടയിൽ Xylem RAVE പലപ്പോഴും നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ അപ്പോഴെല്ലാം നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടും നിങ്ങളെല്ലാവരും തന്ന മെസ്സേജസും ആണ് ഡെയിലി നമ്മൾ ചെയ്യുന്നതിൽ നമുക്കിപ്പോൾ വീക്ക്ലി നമ്മൾ ട്വൈസ് ചെയ്യാം എന്നൊരു പ്ലാനിലേക്ക് കൊണ്ടുവച്ചത്. ഡെയിലി ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം ഡെയിലി എനിക്ക് ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഡെയിലി ഓരോ 30 മിനിറ്റ്സ് വന്ന് നിങ്ങൾക്ക് ഇത് എടുത്തു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ക്ലാസ്സസ് എല്ലാം മാറ്റി ഇത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്, പിന്നെ സ്റ്റുഡിയോയുടെ അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ് വീക്ക്ലി 2 ദിവസം, അതായത് വെനസ്ഡേയും സാറ്റർഡേയും ഇനി മുതൽ 6 മണിക്ക് Xylem RAVE ഉണ്ടാവും. മാത്രമല്ല ഇത്തവണ Xylem RAVEന് വളരെയധികം പ്രത്യേകതയുണ്ട്. ഒരുപാട് കോൺസെപ്റ്റ്സ് ട്രൈ ചെയ്താണ് നമ്മൾ RAVE മോഡിഫൈ ചെയ്തത്. സോ ഇത്തവണ ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ഈ പോയിന്റിൽ എത്തിയെന്ന് ആദ്യം പറയാം. ഇത്തവണ കഴിഞ്ഞ ഒരു പ്രിലിംസ് എക്സാമിന് നമുക്കൊന്ന് IBPS POയുടെ പ്രിലിംസ് എക്സാമിന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള RC ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജ് അനുസരിച്ച് ബബോവ ട്രീസ്, അതായത് മഡഗാസ്കറിലുള്ള ട്രീസിന്റെ എക്സ്റ്റിങ്ഷനെ കുറിച്ചോ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് ട്രീസ്, അതായിരുന്നു നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷന്റെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു പാസേജ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ഈ കറണ്ട് അഫയേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റോറിയൽസിന് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കോളംസിന് നമ്മുടെ ഈ എക്സാമുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു കോൺസെപ്റ്റ് നോക്കിക്കൊണ്ട് തന്നെ വാട്ട് ഐ ആം പ്ലാനിങ് ടു ഡു ഇസ് ഓരോ ദിവസത്തെയും ഇപ്പം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 4 ദിവസത്തെയും കൂടി എഡിറ്റോറിയൽസിന്റെ ആണ് ഇന്ന് വരുന്ന RAVE. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഓക്കെ, ഈ 3 ദിവസത്തെ ആയിരിക്കും നിങ്ങൾക്ക് സാറ്റർഡേ കിട്ടുക. അപ്പോൾ അഡീഷണൽ വേർഡ്സ് ഉണ്ടാവും, അതിനകത്ത് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ എല്ലാവർക്കും ആദ്യം ഒരു ഗുഡ് ഈവനിങ്, ഹായ് എവ്രി വൺ. ഞാൻ എല്ലാവരുടെയും മെസ്സേജസ് കാണുന്നുണ്ട്, ഹായ് 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 ഹലോ. സോ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ട് ഞാൻ RAVEലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ ഓരോ ദിവസത്തെയും ഒരു മേജർ എഡിറ്റോറിയൽ കോളം എടുത്ത് ആ എഡിറ്റോറിയൽ കോളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന കുറച്ച് റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസും കുറച്ച് ക്ലോസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ വൊക്കാബും ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഫസ്റ്റ് ഡേ എന്നാണ്. അപ്പോൾ ഞാൻ എല്ലാ എഡിറ്റോറിയലും നിങ്ങൾക്ക് വായിക്കാൻ തരും. എൻ്റെ കൂടെ നിങ്ങളും ആ എഡിറ്റോറിയൽ വായിക്കുക. വായിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു സമ്മർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പറയുന്നത് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. മോസ്റ്റ്ലി ഇതിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വൊക്കാബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് എത്തുന്നതിനനുസരിച്ച് നമുക്ക് വൊക്കാബ് ഫില്ലർ ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇപ്പോൾ RAVE കാണുന്നില്ല അല്ലെങ്കിൽ ഈ ടൈം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്ത് അവരെല്ലാവരെയും ക്ഷണിക്കുക, അവരെല്ലാവരെയും ഷെയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കാരണം വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഈ സെഷൻ കൊണ്ടുപോകണം. ഇത്രയും ദിവസം ഇല്ലാതിരുന്നതിന്റെ ഒരു പ്രശ്നവും ഇന്ന് തുടങ്ങുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഫുൾ ഓൺ എനർജിയിൽ ഇവിടെ ഉണ്ടാവണം. അപ്പം ഈ ഒരു പ്ലാൻ ഇന്നത്തെ ഈ ഒരു Xylem RAVE ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഈ വീക്ക്ലി ട്വൈസ് എന്നൊരു ഐഡിയയും ഒപ്പം ഇന്ന് നമ്മൾ ചെയ്ത സ്ട്രക്ചറും നിങ്ങൾക്ക് ഓക്കെ ആണോ, ബെനിഫിഷ്യൽ ആണോ എന്ന്. എങ്കിൽ തുടങ്ങിയാലോ. സോ ഹിയർ വി ഗോ. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് വി ആർ ഗോണ ഡു. നമ്മൾ എഡിറ്റോറിയൽസിന്റെ ഓരോ ദിവസത്തെയും, അതായത് ഇപ്പൊ നമ്മൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ഈ 4 ദിവസത്തെയും കൂടി എഡിറ്റോറിയൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാര അല്ലെങ്കിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് സൺഡേ സയൻസ് സെക്ഷനിൽ വന്ന ഒരു എന്താ പറയുക
ഒരു എഡിറ്റോറിയൽ കോളമാണ്. ഈ എഡിറ്റോറിയൽ കോളം പ്രോപ്പറായിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ കോളത്തിനകത്തുള്ളത് മനസ്സിലാവും. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 2 സെക്കൻഡ് എന്നെ ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. എൻ്റെ കൂടെ നിങ്ങളും വായിക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഞാൻ പറയുന്ന കേട്ടാൽ മതി. ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങളത് പ്രോപ്പറായിട്ട് വായിക്കാനായിട്ട് നോക്കുക. ഓക്കെ, plankton balloons to 6 times their size to reach ocean surface. ഇതാണ് നമ്മുടെ എഡിറ്റോറിയൽ. എന്താണ് ഇതിൽ പറയുന്നത്? Many plankton journey from cold, dark depths of our oceans to the surface, only to eventually drift down again into the darkness in a perpetual rhythm. Yet, how single-celled phytoplankton, most of which have no appendages to help them swim, make this pilgrimage has remained a mystery. In a paper published in the journal Current Biology, researchers describe a species of bioluminescent phytoplankton which Picrosis noctiluca that balloons to 6 times their original size of a few hundred microns. Phytoplankton are on average 5% to 10% heavier than seawater, meaning that if they want to remain at the surface to photosynthesis, they have to find way to beat gravity. The researchers discovered that Noctiluca cells behave more like little submarines which can control their density so they can choose where they want to reach the ocean surface. Natural part, on a research vessel off the coast of Hawaii, one of the authors stumbled upon a bloom of Noctiluca and surprisingly found 2 very different sizes in their net. Videos helped the team see the cells doing the massive inflation. To test what effects this rapid growth might have on the plankton, the research team utilized their novel gravity machine. By altering water pressure and density within the gravity machine, the team can create a virtual reality environment mimicking the ocean depths. With machine, the team discovered that inflated cells were less dense than the surrounding seawater, letting them escape the downward pull of gravity and float toward the virtual surface. Further investigation showed this expansion happens as a natural part of the plankton's cell cycle. Once a single-celled plankton divides into 2, an internal structure called a vacuole, a kind of flexible water tank, filters in fresh water, causing the 2 new cells to massively grow in size. These 2 daughter cells, now swelled with lighter fresh water, sail upward. So what happens during normal time? You are making a lot of proteins, you have tons of sunlight, and you can make a lot of biomass until you get heavier and you sink. Then you do cell division in the deep waters and use inflation to get back to the size of the mother. Manu Prakash, a marine biologist and bioengineer at Stanford University, said in a release. So idana Sundayile nammade Hinduil vanna oru column, and this column is talking about plankton. അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ആക്ച്വലി നിങ്ങൾ ഈ മൊത്തത്തിൽ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺസിലൂടെയോ ആപ്പിലൂടെയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വഴിയോ ഒക്കെ തന്നെ എന്ത് ചെയ്യാം, ഇത് വായിക്കാം. ഇപ്പം കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദിവസത്തെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 4 ദിവസത്തെ ന്യൂസ് പേപ്പറിൽ കയ്യിൽ വെച്ചിട്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പേപ്പറിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആയാലും ഇത് വായിക്കാം. കാരണം ഇത് ഓൾറെഡി യൂട്യൂബിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു കംപ്ലീറ്റ് കോളത്തിൽ പറയുന്നത് എന്താണെന്നുള്ളത് ബ്രീഫ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു റീസെന്റ് സ്റ്റഡി നടന്നിരിക്കുകയാണ്. അതായത് പ്ലാങ്ക്ടൺ ഒരു 6 ടൈംസ് ബലൂണസ് ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, വലിയ സൈസായിട്ട് ഓൾമോസ്റ്റ് വെള്ളത്തിന്റെ ആ ഒരു ഓഷ്യൻ സർഫസിന്റെ അവിടം വരെ എത്തിയിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെയല്ല അവിടെ നിന്ന് താഴേക്ക് അതിന് ഷ്രിങ്ക് ചെയ്ത് ബാക്ക് ടു നോർമൽ സൈസിലേക്ക് വരാനും കഴിയുന്ന ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്രീച്ചർ നമുക്ക് പറയാം, ഒരു പ്ലാന്റ് ആണ് എന്ത്, സൈറ്റോ പ്ലാങ്ക്ടൺ എന്നാണ് ഈ ഒരു സ്റ്റഡി റിവീൽ ചെയ്യുന്നത്. അതായത് ഒരു അഡാപ്റ്റേഷൻ പ്രോസസ് ആണ് വിച്ച് അലൗസ് ദം ടു ആക്സസ് സൺലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. ഏറ്റവും അത് കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ വളരുന്ന ഇത് സ്വയമേവ 6 മടങ്ങ് വലുതായി ഒരു ബലൂണ് പോലെ പെരുകി
കടലിന്റെ മുകൾ വശത്തേക്ക്, അതായത് സൺലൈറ്റ് കിട്ടുന്ന അത്രയും ദൂരത്തേക്ക് എത്തി സൺലൈറ്റ് എടുത്ത് ഫോട്ടോസിന്തസിസ് ചെയ്ത് വേണ്ട അത്രയും ബയോമാസിൽ ഗ്രോ ചെയ്തതിനു ശേഷം തിരിച്ച് ഷ്രിങ്ക് ചെയ്ത് നോർമൽ അതിന്റെ പഴയ സൈസിലേക്ക് പോകുന്നു. ആ ഒരു അഡാപ്റ്റേഷൻ സൈക്കിളാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. ഇനി എന്തിനാണ് ഇവർ സൺലൈറ്റിന് വേണ്ടി മുകളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ഫോർ ദെയർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. അവരുടെ സർവൈവലും ഗ്രോത്തും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ടൈനി ഓർഗാനിസം മറൈൻ എക്കോസിസ്റ്റത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഈ ഒരു പ്ലാന്റ് കാരണം മറൈൻ എക്കോസിസ്റ്റത്തിന് ഭയങ്കരമായ ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് സച്ച് ബിഹേവിയേഴ്സ് ക്യാൻ ഷെഡ് ലൈറ്റ്, അതായത് ഓഷ്യൻ ഹെൽത്തിന്റെ അല്ലെങ്കിൽ എന്തുമാത്രമാണ് ക്ലൈമറ്റ് ചേഞ്ച് മറൈൻ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇവരുടെ വളർച്ചയും അല്ലെങ്കിൽ ഇവർ വളരുന്ന ആ ഒരു രീതിയും ആ ഒരു ടൈം പീരീഡും ഒക്കെ അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും ഒക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ കംപ്ലീറ്റ് ഒരു കോളം നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് പ്ലാങ്ക്ടന്റെ ആ ഒരു വളർച്ചയും അല്ലെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ എന്താ പറയാ ഈ ഒരു കംപ്ലീറ്റ് ഓഷ്യൻ ലൈഫ് അല്ലെങ്കിൽ ഓഷ്യൻ ഹെൽത്തിനെയും ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതും ഒപ്പം തന്നെ 6 മടങ്ങ് ഇതിന് വളരാൻ സാധിക്കുന്നു എന്നുള്ളതും ഒക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എഡിറ്റോറിയൽ എന്താണ് പറയുന്നുള്ള സമ്മർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാനുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്താണ് ഇതുവഴി വരാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദി ആർട്ടിക്കിൾ? ഈ ആർട്ടിക്കിളിന്റെ മെയിൻ ഫോക്കസ് എന്താണ്? മെയിൻ ഫോക്കസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളാം. എന്നിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്ത് ദ ഡയറ്റ് ഓഫ് പ്ലാങ്ക്ടൺ, ഹൗ പ്ലാങ്ക്ടൺ എക്സ്പാൻഡ് ഇൻ സൈസ്, ദ ടൈപ്സ് ഓഫ് പ്ലാങ്ക്ടൺ ഫൗണ്ട് ഇൻ ദി ഓഷ്യൻ, ദ റോൾ ഓഫ് പ്ലാങ്ക്ടൺ ഇൻ ദി ഫുഡ് ചെയിൻ. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. എഡിറ്റോറിയൽ വായിച്ചു, അതിന്റെ സമ്മറി പറഞ്ഞു തന്നു, പോയിന്റ്സ് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ എന്തായിരിക്കും ഈ ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് പറഞ്ഞേ നോക്കട്ടെ. പിന്നെ കഴിവതും നിങ്ങൾ എല്ലാവരും ഇതിന്റെ റെക്കോർഡിങ്സ് കാണുന്നവർക്ക് വേണ്ടിയാണ്, കഴിവതും നിങ്ങൾ ലൈവ് കാണാൻ ശ്രമിക്കുക. ലൈവിലാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ഡൗട്ടുകൾ ചോദിക്കുകയും ഇന്ററാക്ട് ചെയ്യാനൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ റെക്കോർഡിംഗ് കാണുന്നവർക്ക് വേണ്ടിയാണ് കഴിവതും നിങ്ങൾ 6 മുതൽ 7 മണി വരെയുള്ള ഈ സമയത്ത് റെക്കോർഡിംഗ് കാണാൻ ശ്രമിക്കുക, ലൈവ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അജയുടെയും ആയിഷിന്റെയും ആൻസർ ഞാൻ കണ്ടു. അവർ രണ്ടുപേരും ഡി ആണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. ഡി ആണോ? റോൾ ഓഫ് പ്ലാങ്ക്ടൺ ഇൻ ദ ഫുഡ് ചെയിൻ ആണോ പറയുന്നത്? പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നു എന്താണ് ഇവർ ചെയ്യുന്നത്, ഇവരെങ്ങനെ ചെയ്യുന്നു, ഇവരെങ്ങനെ ഷ്രിങ്ക് ബാക്ക് ചെയ്യുന്നു എന്നൊക്കെ. ആക്ച്വലി ഈ സ്റ്റഡി എന്താ റിവീൽ ചെയ്തതെന്നാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. വെരി ഗുഡ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഹൗ പ്ലാങ്ക്ടൺ എക്സ്പാൻഡ് ഇൻ സൈസ് എന്നുള്ളതാണ്. കാരണം സ്റ്റഡി റിവീൽസ് ദാറ്റ് എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. അതായത് റീസെന്റ് ആയിട്ട് നടന്ന ഈ സ്റ്റഡി റിവീൽ ചെയ്യുന്നത് 6 മടങ്ങ് വളരാൻ കഴിയുകയും തിരിച്ച് ഷ്രിങ്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന സൈറ്റോപ്ലാങ്ക്ടന്റെ ആ ഒരു എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ എബിലിറ്റി ആണ് ദ ഹോൾ കോളം ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലാതെ ഫുഡ് ചെയിൻ അല്ല. ഫുഡ് ചെയിൻ ആയിരുന്നെങ്കിൽ ഇതിൽ നിന്ന് ഉപയോഗപ്പെടുന്ന മറൈൻ ആനിമൽസിന്റെ അല്ലെങ്കിൽ മറൈൻ സ്പീഷീസിന്റെ പേരുകളും അതെങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്നും വന്നേനെ. ഇതാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ വായിക്കുമ്പോൾ മെയിൻ ഐഡിയ എപ്പോഴും എവിടെയായിരിക്കും? ഇൻട്രൊഡക്ടറി പാർട്ടിലായിരിക്കും പറയുന്നുണ്ടാവുക. എന്തിനെ കുറിച്ചാണ് ആ ഒരു പാസേജ് സംസാരിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇൻട്രൊഡക്ടറി പാർട്ടിൽ എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹൗ മച്ച് can plankton expand to reach the ocean surface? എത്ര മാത്രം പറ്റും? Twice their size, 3 times their size, 4 times their size, 6 times their size. പെട്ടെന്ന് ആൻസർ ചെയ്തേ. വെരി ഗുഡ്. അതാണ് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ സ്പീഡിൽ ചെയ്യണം. ഇപ്പൊ നമ്മൾ വായിച്ചെടുത്ത ഒരു കോളത്തിന്റെ എന്താ പറയുക ഒരു റീഡിംഗ് കോംപ്രഹെൻഷന്റെ ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യുന്നത്. വെരി ഗുഡ് ഗൈസ്. 6 times their size അല്ലെ നമ്മൾ എടുത്തു പറഞ്ഞു. 6 മടങ്ങ് അതിന് എന്ത് ചെയ്യാൻ പറ്റും? വളർന്നുയർന്ന ഓഷ്യൻ സർഫസിലേക്ക് വരാൻ പറ്റും. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരേ സമയം ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ഒരേ സമയം നിങ്ങൾ കറണ്ട് അഫയേഴ്സും കൂടെ നോക്കുകയാണ്. അപ്പം ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് അനുശ്രീമിസിന്റെ അടിപൊളി കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. എന്നാൽ പോലും നിങ്ങൾ എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ബെനിഫിഷ്യൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം. സ്വെൽഡ് എന്നൊരു വാക്ക് നമ്മൾ ഇതിനകത്ത് വായിച്ചു. സ്വെൽഡ് എന്നൊരു വാക്ക് നമ്മൾ കോളത്തിനകത്ത് സ്വെൽഡ് കണ്ടു. എവിടെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സ്വെൽഡ് എന്നൊരു വേർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഫർദർ എക്സ്പാൻഷൻ ആൻഡ് ഫ്ലെക്സിബിൾ ഫിൽറ്റേഴ്സ് സ്വെൽഡ്. നൗ സ്വെൽഡ് എന്ന് കണ്ടോ നമ്മുടെ പാസേജിൽ സ്വെൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഞാൻ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. സ്വെൽഡ് എന്നൊരു വാക്ക് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വെൽഡ് എന്ന വാക്കിന്റെ
സിനണിം ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സ്വെൽഡ് എന്ന വാക്കിന്റെ സിനണിം എന്ത്? ഷ്രിങ്ക്, കോൺട്രാക്ട്, ഡൈലേറ്റ്, വെയിൻ. പെട്ടെന്ന് പറഞ്ഞേ, ഈ 4 എണ്ണത്തിൽ ഏതാണ് സ്വെൽഡിന്റെ സിനണിം? പെട്ടെന്ന്. വെരി ഗുഡ് രേവതി. ഡൈലേറ്റ് ആണ് ഇതിന്റെ സിനണിം. ഇതിന്റെ സിനണിമും ബാക്കി 3 എണ്ണവും ഇതിന്റെ ആന്റണിം ആകുന്നു. ഓക്കെ, തന്നിരിക്കുന്ന ബാക്കി 3 വേർഡ്സും ഈ വേർഡിന്റെ ആന്റണിമും, അതിൽ ഒരെണ്ണം മാത്രമാണ് സിനണിം, ഡൈലേറ്റ്. സ്വെൽഡിന്റെ സിനണിം എന്താണ്? ഡൈലേറ്റ്. ഷ്രിങ്ക്, കോൺട്രാക്ട്, വെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആന്റണിംസ് ആണ്. ഓക്കെ, സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത എഡിറ്റോറിയലിലേക്ക് പോവാം. ഇന്ത്യസ് ചോയ്സ് ഇൻ എ വേൾഡ് ബിക്കമിങ് ബൈപോളാർ അഗെയിൻ എന്ന ശശി തരൂറിന്റെ ഒരു കോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ പറ്റുന്ന ഒരു എഡിറ്റോറിയൽ കോളം ഉണ്ടെങ്കിൽ അത് ശശി തരൂറിന്റെ കോളമാണ്. കാരണം പുതിയ ഒരുപാട് വാക്കുകൾ അതിനകത്ത് ഉണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ള ഒരു കോളമാണ് ശശി തരൂർ, ഇന്ത്യസ് ചോയ്സ് ഇൻ വേൾഡ് ബിക്കമിങ് ബൈപോളാർ അഗെയിൻ. ആക്ച്വലി ഞാൻ ആസ് എ ഹോൾ പാർട്ട് എടുത്തിട്ടില്ല, പക്ഷെ അതിന്റെ ഒരേ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. അതിനുശേഷം ദ ഹോൾ ഐഡിയ ഓഫ് ദി പാസേജ് ഞാനായിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിവതും ഞാൻ കംപ്ലീറ്റ് പാസേജ് കോപ്പി പേസ്റ്റിനായിട്ട് നോക്കാം, പക്ഷെ നമ്മുടെ ഫോണ്ടിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊരു പോർഷൻ മാത്രം ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളിത് വായിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് എഡിറ്റോറിയലിന്റെ ഇപ്പം വേണമെങ്കിൽ ഞാൻ ഈ എഡിറ്റോറിയൽ ഫുൾ പറഞ്ഞതിന് ശേഷം, ഈ സമ്മറി പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോയിട്ട് ആ എഡിറ്റോറിയൽ ഒന്നേന്ന് വായിച്ച് നോക്കാം. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പ്രോയിലുള്ള കുട്ടികൾക്കെല്ലാം ഈ എഡിറ്റോറിയൽ ഓൾറെഡി വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാടധികം വേർഡ്സ് ഉള്ള ഒരു എഡിറ്റോറിയൽ കോളമായിരുന്നു ഇത്. ഓക്കെ, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല കേട്ടോ, ഇത് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനി മുതലുള്ള എല്ലാ റേവും കണ്ടിന്യൂസ്ലി നിങ്ങൾ കാണുന്നുണ്ടാവണം. അടുത്ത SBIയുടെ എക്സാം വരികയാണ്. നിങ്ങൾക്കറിയാം SBI PO എലൈറ്റിന്റെ ബാച്ച് നമ്മൾ സൈലത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ SBIയുടെ ബാച്ച് തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഉടനെ തന്നെ എക്സാം വിളിക്കും. ഒരു മാനേജർ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യണ്ടേ? അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ പ്രിപ്പറേഷൻ വളരെ തകൃതിയായി തന്നെ കൊണ്ടുപോകണം. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? Two nations at odds but still connected. My answer would be a qualified yes, because two major powers, the US and China, are again vying for global hegemony. But qualified because this is not the bipolarity we knew during the Cold War. After all, the US and China have multiple connections with each other that the US and USSR did not. The US is the largest investor in China's economy. China owns more US treasury bonds than any other country. The US sends more tourists to China than any other Asian country, and there are more Chinese students in the US than those of any other nationality. These are two powers at odds, but with multiple avenues of diplomatic dialogue and economic cooperation that simply did not exist during the Cold War. That was an era when the US and Soviet Union marshaled their satellite states into their respective camps, sundered by the Iron Curtain, and competed to enlarge their nuclear arsenals. The end of this bipolarity coincided with the advent of globalization, heralding the unipolar moment, which lasted a couple of decades, in which Washington enjoyed untrammeled global dominance in spheres political, military, economic, and technological. But the US did not remain uncontested in any of these spheres for long. Around 2008 and 2009 financial crisis, the spectre of Beijing began to rise. China's peaceful rise over the last quarter of a century, fueled by American investment in its industries and a booming export trade in manufactured goods, has rehauled the global order. ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത പോർഷൻ. എന്നാൽ ഈ പോർഷൻ മാത്രമായിരിക്കില്ല ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആസ് എ ഹോൾ എന്താണ് മൊത്തത്തിൽ ഈ പാരഗ്രാഫ് പറയുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യ ഫേസസ് ക്രിട്ടിക്കൽ ആയിട്ടൊരു ഗ്ലോബൽ ലാൻഡ്സ്കേപ്പ് ഷിഫ്റ്റ്, അതായത് ഒരു ബൈപോളാർ സ്ട്രക്ചറിലേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള മൊത്തം നമ്മുടെ കംപ്ലീറ്റ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. ബേസിക്കലി ഇന്ത്യയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. നമ്മുടെ കോളത്തിൽ നമ്മുടെ ന്യൂസ് പേപ്പർ വരുമ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ. അപ്പൊ ഇന്ത്യ ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു ലാൻഡ്സ്കേപ്പ്, ഗ്ലോബൽ ലാൻഡ്സ്കേപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രൈമർലി ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരൊക്കെയാണ്? USAയും ചൈനയുമാണ് പ്രൈമർലി ഈ ഗ്ലോബൽ ഷിഫ്റ്റിന്, അല്ലെങ്കിൽ ഈ ബൈപോളാർ സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻ വഹിക്കുന്നത് USAയും ചൈനയുമാണ്. ആസ് ദി സൂപ്പർ പവേഴ്സ് ഇൻഫ്ലുവൻസ്, അത് ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ഈ രണ്ട് സൂപ്പർ പവറിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പണ്ട് മുതൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടി നാവിഗേറ്റ് ചെയ്ത് പോവേണ്ടത് ഇന്ത്യയുടെ ഒരു വളരെ വലിയ ആവശ്യമാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കൂടി വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇന്ത്യയുടെ ഫോറിൻ പോളിസീസ് വളരെ കെയർഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യണം. മാത്രമല്ല
ഹിസ്റ്റോറിക്കൽ നോൺ അലൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിനൊക്കെ വളരെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സിലൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഏകെയുള്ള കാര്യം. ഇന്ത്യക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആദ്യമേ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് നിൽക്കുന്നതുകൊണ്ട് USA-ന്റെ കൂടെ പോകാനോ ചൈനയുടെ കൂടെ പോകാനോ ഒന്നും ഇന്ത്യക്ക് പറ്റില്ല. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഭയങ്കര കെയർഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് കെയർഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യണം. മാത്രമല്ല അവരുടെ കൂടെ നിന്നിട്ട് തന്നെ സ്ട്രെങ്തനും ചെയ്യണം. അതായത് ലൈക്ക് ഡൊമസ്റ്റിക് ചാലഞ്ചസ് വരുമ്പോൾ, റീജിയണൽ ടെൻഷൻസ് വരുമ്പോഴെല്ലാം ഇന്ത്യക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല ഇന്ത്യ എന്ത് ചോയ്സ് എടുക്കുന്നോ, അതായത് US-ഉം ചൈനയും ഇങ്ങനെ വളർന്നു വരുന്ന ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബൈപ്പോളറായി വരുന്ന ഈ സിറ്റുവേഷനിൽ ഇന്ത്യ എന്ത് ചോയ്സ് ആണോ എടുക്കുന്നത് അത് ഇന്ത്യയെ എന്തിലൊക്കെ ബാധിക്കും? ഇന്ത്യയുടെ ലൈക്ക് നമുക്ക് പറയുകയാണെങ്കിൽ എക്കണോമിക് ആയിട്ട് ഇന്ത്യയെ ഭയങ്കരമായിട്ട് അത് എക്കണോമിക് ഗ്രോത്തിനെ, അതായത് ഇതിൻ്റെ ഗ്ലോബൽ സ്റ്റേജിൽ ഇന്ത്യക്ക് എന്ത് റോളാണോ ഉള്ളത് അതിനെ ബാധിക്കും, എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും. മാത്രമല്ല ഒരു അഡാപ്റ്റീവ് അപ്രോച്ച്, ഈ പുതിയൊരു ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഒരു അഡാപ്റ്റീവ് അപ്രോച്ച് വേണം ഇന്ത്യ എടുക്കുക. അത് ഏതൊരു സാഹചര്യത്തിലും അഡാപ്റ്റ് ചെയ്യാനും ന്യൂട്രലായിട്ട് നിൽക്കാനും, എന്നാൽ നല്ല രീതിയിൽ ഫോറിൻ പോളിസി ബിൽഡ് ചെയ്യാനും, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് വയ്ക്കാനും, ഇന്ത്യയെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാനും ഇന്ത്യക്ക് പറ്റണം. സോ ഈ ഒരു കാര്യമാണ് ശശി തരൂർ തൻ്റെ ഈ ഒരു കോളത്തിലൂടെ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കംപ്ലീറ്റ് കോളം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഇതാണ് ഓൾറെഡി കോളത്തിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമ്മറിയുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. സീൽ എന്ന വേർഡിന്റെ സിനണിം എന്താണ്? ഈ തന്നിരിക്കുന്ന ഹോൾ ഞാൻ എടുത്തേക്കുന്ന പോർഷനിൽ ഇല്ലെങ്കിലും ആസ് എ ഹോൾ ആയിട്ട് എഡിറ്റോറിയൽ നോക്കുകയാണെങ്കിൽ സീൽ എന്നൊരു വാക്കുണ്ട്. ആ സീൽ എന്ന വാക്കിന്റെ സിനണിം ഏതാണ്? അപ്പത്തി, ഇൻഡിഫറൻസ്, അവിഡിറ്റി, ഇൻഡോളൻസസ്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ആൻഡ് കൈൻഡ്ലി ആൻസർ. ഇപ്പൊ ഞാൻ ഇവിടെ 1 നമ്പർ ഇട്ടേക്കാം. സോ 1 തന്നെ ടൈപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. സോ ദാറ്റ് എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇതിന്റെ ആൻസർ ആണ് പറയുന്നതെന്ന്. സോ സമ്മറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് സമ്മറി കിട്ടിയില്ല, ഒന്നുകൂടെ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാൻ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ദൃശ്യ ചന്ദ്രൻ. ഓക്കെ, സി പറഞ്ഞു. ആൻമേരി 1 സി പറഞ്ഞു. അരുൺ സി പറയുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞേ. വളരെ എളുപ്പമുള്ള ആൻസർ ആണ് ഇതിന്റെ. സീൽ എന്ന വേർഡിന്റെ സിനണിം എന്താണ്? ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു Xylem RAVEൽ സീൽ എന്ന വേർഡിന്റെ മീനിങ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ആന്റണിമും സിനണിമും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ചെയ്ത് Xylem RAVEൽ. സോ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, വെരി ഗുഡ് ഗൈസ്, കറക്റ്റ് ആണ്. അവിഡിറ്റി ആണ് നമ്മുടെ സിനണിം ടു ദ വേർഡ് സീലിന്റെ സിനണിം എന്താണ്? അവിഡിറ്റി ആണ്. ഓക്കെ, നൗ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതൊരു ക്ലോസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം ആക്ച്വലി ഒരു ക്ലോസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമുള്ള ചോദ്യം. ഇന്ത്യസ് ചോയ്സ് ഇൻ വേൾഡ് ബിക്കമിംഗ് ബൈപോളർ അഗെയിൻ. ദ ഓഥർ ഡിസ്കസ് ദ ചാലഞ്ചസ് ഇന്ത്യ ഫേസസ് ഇൻ നാവിഗേറ്റിംഗ് ഇറ്റ്സ് ഫോറിൻ പോളിസി. ആസ് ഗ്ലോബൽ പവേഴ്സ് അലൈൻ, ഇന്ത്യ മസ്റ്റ് ഡിസൈഡ് വെദർ ടു സ്ട്രെങ്തൻ ഇറ്റ്സ് ടൈസ് ഡാഷ് ഓർ ഡാഷ് ടു മെയിൻറ്റെയിൻ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്. ആരാണ്? ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു എന്താ പറയാ, ഇയാളുടെ കൂടെയാണോ അയാളുടെ കൂടെ നിന്നാലാണോ സ്ട്രാറ്റജിക്കലി നമുക്ക് വളരാൻ പറ്റുന്നത് എന്നൊരു ഡൗട്ട് ആർക്കുണ്ട്? ഇന്ത്യക്കുണ്ട്. അത് ആരുടെ കൂടെയാണ്? യെസ്, ഓഫ് കോഴ്സ് നമുക്ക് യൂറോപ്പോ ജപ്പാനോ അല്ല, റഷ്യയോ ഓസ്ട്രേലിയയോ അല്ല, ബ്രസീലോ സൗത്ത് ആഫ്രിക്കയോ അല്ല. നമ്മുടെ ആൻസർ വളരെ ക്ലിയർ ആണ്. ആരുടെ കൂടെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കൂടെയും ചൈനയുടെ. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയുമാണ് ബൈപോളർ ആയിട്ട് വളർന്നു വരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ കേസ് നിങ്ങൾക്ക് എക്സാമിന് ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ, ഒരു GK ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇപ്പോൾ ഈ വായിച്ച എഡിറ്റോറിയൽ കോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലേ. സോ US ആൻഡ് ചൈനയുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മുടെ ഇന്ത്യ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആരെയും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല, ആരുടെ കൂടെയും പോകാനും പറ്റില്ല. ഒരാളുടെ കൂടെ പോയാൽ മറ്റേ ആൾക്ക് പ്രശ്നമാവും, മറ്റേ ആളുടെ കൂടെ പോയി ഇയാൾക്ക് പ്രശ്നമാവും. അപ്പോൾ ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണല്ലേ. ഇന്ത്യ പണ്ട് മുതലേ നോൺ അലൈൻമെന്റ് മുതലേ ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ഇസ് ബെനിഫിഷ്യൽ എന്ന് നമുക്ക് ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ബൈപോളർ കണ്ടീഷനിൽ പറയാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത എഡിറ്റോറിയലിലേക്ക് പോവാം. നെക്സ്റ്റ് എഡിറ്റോറിയൽ എന്താണ്? ആൻ അപ്രോച്ചിങ് മൈൽ സ്റ്റോൺ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ രാജ്കുമാറിന്റെ ഒരു അടിപൊളി കോളമാണ്. നിങ്ങൾക്ക് ഈ കോളം മുഴുവൻ വായിക്കാൻ പറ്റില്ലുണ്ടാവില്ല, കാരണം വളരെ ചെറിയ ഫോണ്ട് സൈസ്. എത്രയൊക്കെ ഞാൻ വലുതാക്കിയാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യണം, വേർഡ് ബൈ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ശ്രമിക്കുന്നതായിരിക്കും അടുത്തതിലേക്ക്. അതായത് സാറ്റർഡേ വരുന്നതിലേക്ക് ഞാൻ അങ്ങനെ ശ്രമിക്കാം, കാരണം നിങ്ങൾ കൂടെ വായിക്കാൻ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറയാം, ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സമ്മറി നിങ്ങൾ നോക്കുക, ബിക്കോസ് സമ്മറി ആയിരിക്കും നിങ്ങളെ കുറച്ചും കൂടി കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഇവിടെ എന്താണ്? ഇവിടെ ആൻ അപ്രോച്ചിങ് മൈൽ സ്റ്റോൺ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ് എന്നാണ് നമ്മുടെ ടൈറ്റിൽ. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
ആസ് നേഷൻ കൺഫറൻസ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്സ്, ഒരുപാട് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്സ്, അത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. പലയിടത്തും വാർ നടക്കുന്നുണ്ട്, പലയിടത്തും പല ഇഷ്യൂസ് നടക്കുന്നുണ്ട്, പലരും അത് കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്, പലരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് അല്ലെ. ചില സ്ഥലങ്ങളിൽ നടക്കുന്ന വളരെ ഭയാനകമായ കാഴ്ചകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും കാണുന്നുള്ളവരാണ്. അപ്പൊ തന്നെ നമുക്കറിയാം there are so many issues happening all over the world. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഓവറോൾ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിന്റെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് പീപ്പിൾ, ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് പീപ്പിൾസ് ഫ്രീഡം എന്നുള്ളതാണ് അല്ലെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി മുതൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ് എന്തിനൊക്കെ എംഫസൈസ് കൊടുക്കണം, എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഈ പെർട്ടിക്കുലർ കോളം നമ്മളോട് പറയുന്നത്. അതായത് ബേസിക്കലി റൂൾ ഓഫ് ലോ, അതായത് റൂൾ ഓഫ് ലോയ്ക്ക് മാത്രമല്ല ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനും കൂടുതലായിട്ട് എന്ത് ചെയ്യണം, കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് കോളത്തിലൂടെ നമ്മളോട് രാജ്കുമാർ പറയുന്നത്. മാത്രമല്ല ദിസ് മൈൽ സ്റ്റോൺ റിഫ്ലെക്ട്സ് എഫേർട്സ് സ്ട്രെങ്തൻ ലീഗൽ ഫ്രെയിംവർക്സ്. ഇപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ എന്നല്ല മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ലോസിനെ ഒന്നും കൂടി ഭയങ്കര സ്ട്രോങ് ആക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറയുന്നുണ്ട്, പിന്നെ എന്താ പറയുന്നത് ലീഗൽ ഫ്രെയിം വർക്ക്സ് സ്ട്രെങ്തൻ ചെയ്യാൻ പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഡെമോക്രാറ്റിക്കൽ വാല്യൂസിനെ, ആസ് നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ ഡെമോക്രാറ്റിക് വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യാനും, മാത്രമല്ല അതോറിറ്റേറിയൻ ചാലഞ്ചസ് ഒക്കെ ഒരുപാട് വരുന്ന കാലഘട്ടമാണിത്. അപ്പം അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ മാത്രം നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, സ്ട്രോങ് ആക്കണം. മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് തന്നെ സ്റ്റെബിലിറ്റിയെ ഫോസ്റ്റർ ചെയ്യാനും സിവിക് എൻഗേജ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാനും, മാത്രമല്ല എന്തൊരു പ്രശ്നം ഉണ്ടായാലും സിറ്റിസൺസിനോട് ആൻസർ കൊടുക്കാൻ മാത്രമുള്ള രീതിയിൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു നല്ല ജസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയെ രൂപപ്പെടുത്താനായിട്ട് കഴിവുള്ളതായിരിക്കണം നമ്മുടെ ഗവർണൻസ് എന്നുള്ള രീതിയിലാണ് രാജ്കുമാർ ഈ ഒരു എഡിറ്റോറിയൽ കോളം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ വായിക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ബ്രീഫായിട്ട് ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ് പറയുന്നുള്ള ഐഡിയ ഞാൻ തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കംപ്ലീറ്റ്ലി കഴിയുമ്പോൾ യു ക്യാൻ കം ബാക്ക്, സീ ദ വീഡിയോ അഗെയിൻ ആൻഡ് നോട്ട് ഡൗൺ ദി പോയിന്റ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ് ഒരു മൈൽ സ്റ്റോൺ റീച്ച് ചെയ്യാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് അതോറിറ്റേറിയൻ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കൺട്രീസിലെ ഇഷ്യൂസ്. ഇപ്പം ഞാൻ ഏതൊക്കെയാണ് കൺട്രീസ് എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, എന്നാലും നിങ്ങൾക്കറിയാം ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അറ്റ് പ്രസന്റ് നടക്കുന്നതെന്ന്. ഇങ്ങനൊരു സമയത്ത് വേണം ശരിക്കും നമ്മുടെ ഗവർണൻസ് പ്രോപ്പർ ആണോ, അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ആവുന്നുണ്ടോ, അതിൽ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലീഗൽ ഫ്രെയിം വർക്ക് എൻഹാൻസ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ചെയ്യുക, ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഡെമോക്രാറ്റിക് വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യുക, മാത്രമല്ല സ്റ്റെബിലിറ്റി ഫോസ്റ്റർ ചെയ്യുക, സിവിക് എൻഗേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, ഗവൺമെന്റ് ഷുഡ് ബി ആൻസറബിൾ ടു സിറ്റിസൺ അറ്റ് എനി കോസ്റ്റ് അല്ലെ. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ കോളം പോകുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കോളം മനസ്സിലായെന്ന്. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ച് ഡീറ്റെയിൽ ചെയ്യുമ്പോഴും നിങ്ങൾ ആരും ഒന്ന് ലൈക്ക് പോലും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ ഈ ഒരു കംപ്ലീറ്റ് സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആരും ലൈക്ക് ചെയ്യില്ല. ഞാൻ നോക്കി ഒരാളാണ് ഇവിടെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല? നിങ്ങൾക്ക് ഈ ഒരു നമ്മളിങ്ങനെ എടുക്കണം എന്നല്ല നിങ്ങളുടെ ആരുടെയും താല്പര്യം. ക്വസ്റ്റ്യൻസ് ചെയ്ത് എഡിറ്റോറിയലിൻ്റെ സമ്മറി ചെയ്തല്ല ലൈക്ഡ്. അജയ് നീ മാത്രമാണെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്തത്, വേറെ ആരും ലൈക്ക് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അജയുടെ ഒരു ലൈക്കാന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. എനിവേസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു എഡിറ്റോറിയൽ കോളവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദി ആർട്ടിക്കിൾ? ആർട്ടിക്കിളിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്? ഓക്കെ, ഞാൻ ചോദിച്ചൊക്കെ ലൈക്ക് വാങ്ങിക്കുന്ന അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചു ഗൈസ്. നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളായിട്ട് തരേണ്ടതല്ലേ ഇതൊക്കെ? ഞാനായിട്ട് ചോദിക്കേണ്ടതാണോ? ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇനി മുതൽ എന്നെ കൊണ്ട് ഇങ്ങനെ പറയരുത്. റേവിന്റെ ക്ലാസ് ഉണ്ടോ, കമന്റും ലൈക്കും പെരുമഴ പോലെ വന്നോണം. ശരി, അങ്ങനെയെങ്കിൽ പറഞ്ഞേ, വാട്ട് ഈസ് ദ പ്രൈമറി ആയിഷ നിന്റെ ലൈക്കാന്ന് തോന്നണ ഞാൻ ആദ്യം കണ്ടത്. എനിക്ക് തോന്നുന്നുണ്ട് നീയാണ് ഫസ്റ്റ് ലൈക്ക്. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദി ആർട്ടിക്കിൾ? കമോൺ ഗൈസ്, പെട്ടെന്ന് പറഞ്ഞേ, എന്താണ് ഈ ആർട്ടിക്കിളിന്റെ പ്രൈമറി ഫോക്കസ്? ഓക്കെ, ഹരിപ്രിയ ആൻസർ ചെയ്തു ABCD. പെട്ടെന്ന് ആൻസർ ചെയ്ത് എന്താണ്? History of constitutional governance, the significance of an upcoming milestone in constitutional governance, recent changes in political leadership, the impact of international law on local governance. അപ്പോൾ ഈ എഡിറ്റോറിയൽ കോളത്തിന്റെ സമ്മറി കിട്ടുമ്പം ആൻസർ പടപടാന്ന് വരുന്നുണ്ടല്ലേ. അതുപോലെ നമ്മുടെ എക്സാം ടൈമിന് നമുക്ക്
പാരഗ്രാഫിൻ്റെ അല്ലെങ്കിൽ പാസേജിൻ്റെ ഒരു സമ്മറി കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ വന്നിരുന്ന പാസേജ് പറഞ്ഞുതരാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. പക്ഷെ നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പാസേജിനെ സമ്മറൈസ് ചെയ്യണം എന്നുള്ള കാര്യം പഠിക്കണം. ഇവൻച്വലി റേവിൽ കൂടെ തന്നെ നിങ്ങളത് പഠിപ്പിച്ചു തരാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പതുക്കെ അതും കിട്ടും. പിന്നെ കഴിഞ്ഞതിന് മുന്നത്തെ തവണ ആരൊക്കെയോ റേവിൻ്റെ ഇടയിൽ വന്നിട്ട് ഗ്രാമർ റൂൾസ് അപ്ലോഡ് ചെയ്ത് തരുന്നില്ല ചാനലിലെന്ന് പറഞ്ഞു. അവരുടെ ശ്രദ്ധയ്ക്ക് അഡീഷണൽ റൂൾസിൻ്റെ സീരീസ് ഓഫ് എന്താ പറയുക റൂൾസിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 20 ഞാൻ ഇന്ന് എൻ്റെ ടെലഗ്രാം ചാനലായ ഇംഗ്ലീഷ് ഓൾ റൗണ്ടർ വിത്ത് രേവതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ റൂൾസ് വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഗ്രാമർ റൂൾസ് അക്കോർഡിംഗ് ടു ദ പാർട്സ് ഓഫ് സ്പീച്ച് കിട്ടത്തുള്ളൂ. സോ അതിനുവേണ്ടി ചാനൽ എന്ത് ചെയ്യുക, വന്ന് ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷ് ഓൾ റൗണ്ടർ വിത്ത് രേവതി എന്നാണ് ചാനലിൻ്റെ പേര്. സോ ഇതിൻ്റെ ആൻസർ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ബി ആണ് ഇതിൻ്റെ ആൻസർ. അപ്കമിങ് മൈൽ സ്റ്റോൺ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിറ്റോ അതിന്റെ ഹെഡിങ് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദി ആർട്ടിക്കിൾ വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് അച്ചീവിംഗ് ദിസ് മൈൽ സ്റ്റോൺ? ഈ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്താൽ ഗവർണൻസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഈ നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻക്രീസ് ആവും, പബ്ലിക് ട്രസ്റ്റ് കൂടും, ഗ്രേറ്റ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, ഡിമിനിഷ്ഡ് സിവിൽ റൈറ്റ്സ് ഡിമിനിഷ് ചെയ്യും. അപ്പോൾ ഈ മൈൽ സ്റ്റോൺ ഇപ്പൊ പറഞ്ഞ ഗവർണൻസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അച്ചീവ് ചെയ്താൽ, ഞാൻ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്തൊക്കെ അച്ചീവ് ചെയ്യേണ്ട. സോ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞേ എന്ത് ഗുണമാണ് നമുക്ക് ഉണ്ടാവുക? എക്കണോമിക് ഗ്രോത്ത് ആണോ ഉണ്ടാവുക? ആയുഷം, രേവതിയും ആനൊക്കെ എക്കണോമിക് ഗ്രോത്ത് പറയുന്നു. ശരിക്കും ഈ മൈൽ സ്റ്റോൺ പറഞ്ഞപ്പോൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു. ഈ കംപ്ലീറ്റ് പോയിന്റ്സ് നടന്നു കഴിഞ്ഞാൽ ഗവർണൻസിൽ നമ്മുടെ ഭരണഘടനയിൽ മാത്രം നമ്മുടെ ഭരണ രീതിയിൽ എന്തുണ്ടാവും? വെരി ഗുഡ്, ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ള, ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും നമ്മുടെ ഗവൺമെന്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും നമ്മുടെ ഫ്രീഡത്തിന് വാല്യൂ കൊടുക്കുകയും ഒപ്പം തന്നെ നമ്മൾ പറയുന്ന നമ്മളോട് ഭയങ്കര റിലയബിൾ ആയിരിക്കുക, നമ്മളോട് ആൻസറബിൾ ആയിരിക്കുക, നമ്മൾ ചോദിക്കാൻ ഉത്തരം തരികയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവർണൻസിനോടുള്ള അല്ലെങ്കിൽ ഡെമോക്രസിയോടുള്ള വിശ്വാസം കൂടുതൽ ചെയ്യാം. അപ്പം നമുക്ക് തന്നെ തോന്നും വി ആർ ലീവിങ് ഇൻ എ വെരി സേഫ് ആൻഡ് സെക്യൂർ കൺട്രി, വി ആർ സേഫ്, വി ആർ സെക്യൂർ. മറ്റുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മളൊരു മൈൽ സ്റ്റോണിൽ റീച്ച് ചെയ്യണം. നമ്മുടെ ഗവൺമെന്റിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്ത് ഒരു സ്റ്റെബിലിറ്റി ഫോസ്റ്റർ ചെയ്യണം എന്നാണ് സി രാജ്കുമാർ ഈ കോളത്തിൽ പറയുന്നത്. അയ്യോ ബി എന്നാൽ അയ്യോ ബി ആണ് നമ്മുടെ ആൻസർ രേവതി. ആൻസർ ഇസ് ബി. ഇപ്പൊ ചില കുട്ടികൾക്ക് തോന്നുന്നത് നേരത്തെ ആൻസറും ബി, ഇതിന്റെ ആൻസറും ബി. സി പാറ്റേണിലല്ല നോക്കേണ്ടത്. ചിലപ്പം ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും റീഡിംഗ് കോംപ്രഹെൻഷനിൽ. 6-7 ക്വസ്റ്റ്യൻ ചിലപ്പം ബി ആയിരിക്കും. അയ്യോ ബി ആണെങ്കിൽ പാറ്റേൺ ഡിഫറൻസ് വരും. ഇങ്ങനെ ഒരിക്കലും ക്വസ്റ്റ്യൻ ഇടില്ല. നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ ഇടാം. എല്ലാം ബി ആയിക്കൂടാന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാം ബി ആണെങ്കിലും എല്ലാം സി ആണെങ്കിലും എല്ലാം എ ആണെങ്കിലും ആൻസർ കറക്റ്റ് ആണോ? പാറ്റേൺ നോക്കണ്ട, ആൻസർ കുത്തിക്കോണം. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. Going to the next question. The article discusses several challenges to the constitutional governance. Which of the following is mentioned as a challenge? ഒരു ചാലഞ്ച് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു സമ്മറി പറഞ്ഞപ്പോൾ. അത് ഏത് ചാലഞ്ചാണ്? excessive governmental transparency, public disengagement from political process, an increase in judicial power, higher voter turnout. ആക്ച്വലി ഇതിൻ്റെ ആൻസർ പറയാൻ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഒന്നും കഷ്ടപ്പെട്ട് പാരഗ്രാഫ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നടത്താൻ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിന് വേണ്ട കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിനോട് ആളുകൾക്ക് വിശ്വാസം തുടങ്ങും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും. ഏത് പാർട്ടിയാണോ ഭരണത്തിലുള്ളത് അവരെ സപ്പോർട്ട് ചെയ്യും. അവർ വീണ്ടും വരാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതേസമയം അവരങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചാലഞ്ച് എന്താണ്? ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചാലഞ്ച് ഉണ്ടാകും. എന്ത് ചാലഞ്ചാണ്? വെരി ഗുഡ് ഗൈസ്, ദ ആൻസർ ഇസ് ബി, പബ്ലിക് ഡിസ്എൻഗേജ്മെന്റ് ഫ്രം പൊളിറ്റിക്കൽ പ്രോസസ്. പിന്നെ ആളുകൾ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ നമ്മളെ സംരക്ഷിക്കുകയോ നമുക്ക് സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ തരാത്ത ഒന്നിൽ നമ്മൾ എന്തിനു നിൽക്കണം? വൈ ഷുഡ് വി ബി ദെയർ വെൻ വി ആർ നോട്ട് സേഫ് ആൻഡ് സെക്യൂർ ഇൻ അവർ ഓൺ കൺട്രി? നമ്മൾ പറയില്ലേ, എവിടെ പോയി ജീവിക്കണം എന്നറിയാത്തൊരു കണ്ടീഷനിൽ ഒരു രാജ്യത്ത് ജീവിക്കേണ്ടി വന്നാൽ നമ്മൾ പിന്നെ നാളെ വോട്ടും ചോദിച്ചോർത്തും വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നാൽ കൊടുക്കുവോ? കൊടുക്കില്ല.
നമ്മൾ ഒരിക്കലും വീടിൻ്റെ ഫ്രണ്ടിൽ ചോദിച്ചു. കാരണം എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമ്മുടെ, അതേസമയം നമ്മുടെ ആഗ്രഹിക്കുന്ന എല്ലാം അവർ നമുക്ക് തരുകയാണ്. ഗവൺമെന്റ് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് അവരെ വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരും അല്ലെ. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ നോർമൽ കൺട്രി അല്ലെ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഒരു നോർമൽ കൺട്രി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യത്ത് നടക്കുന്നത് അതാണ്. സോ ആൻസർ ബി ആണ്. വെരി ഗുഡ് ഗൈസ്. നൗ ഗോയിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. നാലാമത്തെ ചോദ്യം നോക്കിയേ. വാട്ട് റെക്കമെൻഡേഷൻ ഡസ് ദ ആർട്ടിക്കിൾ മേക്ക് ടു ഇംപ്രൂവ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഇംപ്രൂവ് ചെയ്യാൻ ആക്ച്വലി സിമ്പിൾ ഓപ്ഷൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം സമ്മറി കിട്ടിയാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് നോക്കിയേ. ബാലുവിന് ഞാൻ പറയുന്ന സർക്കാസംസ് ഒക്കെ എവിടെയൊക്കെയോ കണക്ട് ആവുമെന്ന് തോന്നുന്നു. ബാലു മാത്രം ചിരിക്കുന്നുണ്ട്. താങ്ക് യു ബാലു. ഓക്കെ. ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ ലോസ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച്, increase community engagement in governance, reduce the number of elected officials, limited access to legal resources. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ആർട്ടിക്കിളിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട് രാജ്കുമാർ. ഞാൻ എടുത്തെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്തൊക്കെ ചെയ്താലാണ് ഗവർണൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുക. സോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണ്? ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ, ഇല്ലെങ്കിൽ ബാക്കി പറയാനുള്ള സൗണ്ട് ഉണ്ടാവില്ല. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഭയങ്കര പാഷനേറ്റ് ആയിട്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ശുദ്ധജലം പോയാലേ പറ്റത്തുള്ളൂ. വെള്ളം അമൂല്യമാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഞാൻ ചിലപ്പോഴൊക്കെ ഈ ക്ലാസ്സിൽ അധികമായി എനർജി എടുക്കുമ്പം ഓർക്കാറുണ്ട്. ഓക്കെ ഗൈസ്, വെരി ഗുഡ്. ആൻസർ എന്താണ്? ഇൻക്രീസ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ജനങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട, നിങ്ങൾക്കറിയാം അല്ലേ. സോ ദാറ്റ് ഇസ് ദ ആൻസർ ഹിയർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടിന്യൂസ്ലി ആൻസർ എന്താണ്? ബി ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ബി തന്നെ വരുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ആൻസർ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്ത ചോദ്യം. ഹൗ ഡസ് ദി ഓഥർ സജസ്റ്റ് ദ മൈൽ സ്റ്റോൺ വിൽ അഫക്ട് ഫ്യൂച്ചർ ഗവർണൻസ്? ഈ ഒരു മൈൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് എങ്ങനെയായിരിക്കും ഗവർണൻസിനെ അഫക്ട് ചെയ്യുക? പോസിറ്റീവായിട്ടായിരിക്കോ നെഗറ്റീവായിട്ടായിരിക്കോ എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ. ഇറ്റ് വിൽ ലീഡ് ടു മോർ അതോറിറ്റേറിയൻ മെഷേഴ്സ്. ഇറ്റ് വിൽ പേവ് ദ വേ ഫോർ മോർ ഇൻക്ലൂസീവ് ഗവർണൻസ് practices. It will likely cause confusion among citizens. It will have little to no impact on future policy. ശരിയാണ്. ആക്ച്വലി സിയുടെ കാര്യം ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട്, ഒരു സർക്കാസം ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ലത് ചെയ്താൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെയാണോ ജീവിക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാം. പക്ഷേ അത് നമ്മൾ പറയില്ലേ, ഉട്ടോപ്പിയിൽ എത്തിയോ ദൈവമേ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആവാം എല്ലാം നല്ലതായി കഴിഞ്ഞാൽ. കാരണം എല്ലാം നല്ലതാവുമ്പം ആളുകളെല്ലാം പറയില്ലേ, ഒരുപാട് നന്മ കണ്ടാൽ അവിടെ എന്തോ ഒരു തിന്മയുണ്ടോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും അല്ലേ. വെൻ സംതിങ് ഈസ് സോ ഗുഡ് നമ്മുടെ മൈൻഡ് ചിന്തിക്കും എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ടല്ലോ, എല്ലാം അങ്ങനെ ശരിയാവാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാം നല്ലതാണെന്ന് അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല അല്ലേ. രേവതിയും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പറയുന്ന കോണ്ടെക്സ്റ്റ്. ഓക്കെ, വെരി ഗുഡ് ഗൈസ്. ദ ആൻസർ ഇസ് ബി, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗവൺമെന്റ് പ്രാക്ടീസ്. അതേ അജയ്, എന്തോ പോലെ തോന്നും. ഒരാളെ പരിചയപ്പെട്ടു, ഒരാളോട് കമ്പനി, അയാൾ ഭയങ്കര സൂപ്പറാണ്, ഒരു നെഗറ്റീവും കിട്ടുന്നില്ല. അപ്പം നമുക്കൊന്ന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം എല്ലാ മനുഷ്യർക്കും എന്തോ ഒരു നെഗറ്റീവ് ഉണ്ട് എന്ന തലയിലുള്ളത് കൊണ്ട്, അത് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഫീഡ് ആയിരിക്കുന്നതുകൊണ്ട് ആരെ കണ്ടാലും എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം കണ്ടുപിടിക്കാനാണ് പണ്ടേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അല്ലേ. എനിവേസ്, ഗോയിങ് ടു ദ നെക്സ്റ്റ് എഡിറ്റോറിയൽ. അടുത്ത എഡിറ്റോറിയലിലേക്ക് പോവാം. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എത്ര എഡിറ്റോറിയൽ ചെയ്തു? 3 എണ്ണം ചെയ്തു. അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, 3 ദിവസം ചെയ്തു. ഇതിപ്പോൾ വെനസ്ഡേത്തെയാണ്. നിങ്ങൾക്ക് സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും. October 23 വെനസ്ഡേയിലുള്ള എഡിറ്റോറിയലാണ്. ദ വേൾഡ് നീഡ്സ് ബ്ലൂ ഹെൽമെറ്റ്സ് ഹു ആക്ട് ആസ് ബ്ലൂ ഹെൽമെറ്റ്സ്. ഇലക്ഷൻ എടുക്കുമ്പോൾ ആവുമ്പോൾ അങ്ങനെയാണല്ലോ. അത് ശരിയാ, അത് ശരിയാ ബാലു, ദാറ്റ് ഇസ് എ പോയിന്റ്. സോ ദ വേൾഡ് നീഡ്സ് ബ്ലൂ ഹെൽമെറ്റ്സ്. എന്താണ് ഈ ബ്ലൂ ഹെൽമെറ്റ്സ്? എനിക്ക് ആക്ച്വലി ക്യൂരിയോസിറ്റി തോന്നി ഈ ഒരു എന്താ പറയുക ഹെഡിങ് വായിച്ചപ്പോൾ. എന്താണ് ഈ ബ്ലൂ ഹെൽമെറ്റ്സ്? വാട്ട് ഹു ആക്ട് ആസ് എ ബ്ലൂ ഹെൽമെറ്റ് എന്നൊക്കെ തോന്നി. നമുക്ക് നേരെ എന്താണെന്ന് നോക്കാം. ഇതാണ് ദ ഹോൾ എഡിറ്റോറിയൽ. ഐ നോ ദാറ്റ് യു കാൻ റീഡ് ദിസ് ഔട്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് ചെറുതായിട്ടായിരിക്കും കാണുന്നത്, നിങ്ങൾക്ക് മൊത്തത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സമ്മറി പറഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നിങ്ങളെല്ലാവരും ലൈവ് ചാറ്റിലാണ് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ, ഇത് ഓക്കെ ആണോ, ഇതെങ്ങനെയുണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. കേട്ടല്ലോ? കാരണം എനിക്ക് ഫീഡ്ബാക്ക് വേണം. അത് നിങ്ങൾ ലൈവിൽ പറയണ്ട. ലൈവിൽ പറയുന്ന ഫീഡ്ബാക്ക് അല്ല എനിക്ക് വേണ്ടത്. നിങ്ങൾ ഫീഡ്ബാക്ക് നമ്മുടെ ഹോൾ എഡിറ്റോറിയൽ സെഷൻ കഴിഞ്ഞിട്ട്
ഈ വീഡിയോയുടെ താഴെ വന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ നോക്കും, അത് വെച്ചിട്ടായിരിക്കും ഞാൻ ശനിയാഴ്ചത്തെ റേവ് പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരും ചെയ്യണം. ഓക്കെ, ശരി, ചെയ്തിരിക്കുന്ന ആയുഷ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ആയുഷ്. എനിവേസ് നമുക്ക് അടുത്ത കോളം നോക്കാം. ഹർപ്രീത് സിംഗ്. ആക്ച്വലി ഞാൻ എന്താ സത്യം പറഞ്ഞാൽ കോമഡി പറയട്ടെ, കോമഡി ആണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കോമഡി അല്ല ചളിയായിട്ടൊക്കെ ഫീൽ ചെയ്യും. ബട്ട് ഞാൻ പറയാം, ഞാൻ ഈ ഒരു ഹെഡിങ് വായിച്ചു, ദ വേൾഡ് നീഡ്സ് ബ്ലൂ ഹെൽമെറ്റ്സ് ഹു ആക്ട് ആസ് ബ്ലൂ ഹെൽമെറ്റ്സ്. ഈ സാധനം വായിച്ചിട്ട് ഞാൻ നോക്കുന്നത് ഇത് എഴുതിയ റിട്ടയർഡ് ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസറിനെയാണ്. പുള്ളിക്കാരൻ ഒരു പകിടണ്ടി എന്നാണ് തോന്നുന്നത് പറയുന്നത്, ഒരു ഇത് വെച്ചിട്ടുണ്ട് ബ്ലൂ കളറിൽ. ഐ സഡൻലി ഫെൽ ലൈക്ക് ഓക്കെ, ഈസ് ഹി ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്? ബട്ട് അല്ല. ദ എൻറ്റയർ പാസേജ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ അർജന്റ് നീഡ്. ആക്ച്വലി ഞാൻ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അർജന്റ് നീഡ് ഫോർ എഫക്റ്റീവ് ആൻഡ് പ്രോ ആക്റ്റീവ് പീസ് കീപ്പിംഗ്. നമുക്ക് തന്നെ തലപ്പാവ്. യെസ്, പീസ് മേക്കിംഗ് മിഷൻ ആണോ? യെസ് ആണ് ബാലു, പീസ് മേക്കിംഗ് മിഷൻ ആണ്. അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് രാജ്യങ്ങളെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ, കാരണം എനിക്ക് തന്നെ പേടിയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ വേർഡ് പറഞ്ഞാൽ പോലും നമ്മളെ ബാൻ ചെയ്ത് കളയും. കഷ്ടപ്പെട്ടെടുക്കുന്ന യൂട്യൂബ് മീൻസ് എഡിറ്റോറിയൽ സമ്മറിയാണ്. എൻ്റെ ഒരു വാക്കുകൊണ്ട് ഇതുപോലെ അവർ ബാൻ ചെയ്താൽ എനിക്ക് സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. കാരണം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ വാർ നടക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പറയുകയോ പേര് മെൻഷൻ ചെയ്യുകയോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം എന്തോ ഒരു കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പേര് പറയുന്നത്. ബട്ട് യു ഗൈസ് നോ ഇറ്റ്, ഐ നോ ദാറ്റ് യു നോ ദാറ്റ്. സോ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ഏതൊക്കെ രാജ്യങ്ങളിലാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ യുദ്ധങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ പീസ് കീപ്പിങ്ങിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു കംപ്ലീറ്റ് എഡിറ്റോറിയൽ കോളം പറയുന്നത്. ബേസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ പീസ് കീപ്പിംഗ് മിഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ ഇൻഡിപെൻഡൻ്റ് ആയ സമയം മുതൽ തന്നെ എല്ലാവർക്കും പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ അതിന് കുറേ റൂൾസ് ഉണ്ട്, നമുക്ക് കുറേ എന്താ പറയുക എഴുത്തുകുത്തുകളുണ്ട്, ഇങ്ങനെ വേണം പീസ് കീപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ. പക്ഷേ അതൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ പ്ലാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ആക്ച്വലി ആ പീസ് മേക്കിംഗ് ആക്ഷൻ പ്ലാൻസ് ഒന്നും ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ പീസ് മേക്കിംഗ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ പീസ് മേക്കിംഗ് റൂൾസിനെ ഇംപ്രൂവ് ചെയ്യണം, എൻഹാൻസ് ചെയ്യണം, അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചുകൂടി അതിൽ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കംപ്ലീറ്റ് പീസ് കീപ്പിംഗ് സിറ്റുവേഷനിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ദ ഷിഫ്റ്റ് എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ്. ഇപ്പോഴത്തെ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ എല്ലാം സമാധാനപരമായി അല്ല നടക്കുന്നത്. ഇപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കുത്തും വെട്ടും അരിവാളും ചുറ്റി അങ്ങനെയല്ല, നമ്മൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞ ഫ്ലോയിൽ വന്നു പോയതാണ് ഗൈസ്, നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പൊളിറ്റിക്കലി ഒന്നും പറഞ്ഞതല്ല, ഞാൻ ഒരു പൊളിറ്റിക്കൽ തോട്ട്സും കൊണ്ടുവന്നതല്ല, ജസ്റ്റ് പറഞ്ഞപ്പോൾ അത് വന്നതാണ്. നമ്മളിപ്പോൾ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ബോംബ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അടി പിടി കുത്ത് ലഹള കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നം നെഗോഷിയേറ്റ് ചെയ്ത് സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിനെ നല്ല രീതിക്ക് എന്താ പറയുക, എല്ലാവരും ചിരിക്കുകയാണല്ലോ, എല്ലാ രീതിയിലും അതിനെ സേഫ് ആക്കണം എന്നാരും ചിന്തിക്കാറില്ല. ഇപ്പം എല്ലാം എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് ഒരു അഗ്രസീവ് മൂഡിലാണ്, അല്ലേ? എവറിത്തിങ് ഈസ് ആൻ അഗ്രസീവ് മൂഡ്. മൊത്തത്തിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമയിൽ പോലും ആണെങ്കിൽ ഞാൻ സിനിമ കാണുമ്പോഴും വിചാരിക്കും, സിനിമയിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ചെയ്യും, നശിപ്പിച്ച് കളാം, കിൽ ഹിം, എൻകൗണ്ടർ ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡയലോഗുകളാണ്. അതിന് അവസാനം ഒരു മോറൽ സ്റ്റോറിയും കാണിക്കും. ബട്ട് ഐ ഡോണ്ട് നോ ദ പെർസ്പെക്റ്റീവ് അതെന്താണെന്ന്. പക്ഷെ ഇവിടെ ഈ കോളത്തിൽ നമ്മുടെ ഈ ഒരു ഹർമൻപ്രീത് സിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷിഫ്റ്റ് നമ്മുടെ ലോകത്ത് നടക്കുന്ന ഈ ഒരു ഷിഫ്റ്റ് മാറ്റിയിട്ട് കുറച്ചും കൂടി എന്താ പറയുക, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് കുറച്ചും കൂടി ഒരു തല്ലുമാല വൈബാണ് ഇപ്പം എല്ലായിടത്തും. ഒന്ന് പറയാം, രണ്ടാമത്തിന് അടി വഴക്ക് പ്രശ്നം, ബോംബ്, ന്യൂക്ലിയർ ബോംബ്, അത് ഇത് മറ്റത് മറിച്ചത്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഓൾ അറൗണ്ട് ഗൈസ്. ബട്ട് സ്റ്റിൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, കുറച്ചും കൂടി നല്ല പീസ് കീപ്പിംഗ് റൂൾസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതായത് അഡിക്വേറ്റ് റിസോഴ്സസ് കൊടുക്കുക പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അപ്ഹോൾഡ് ചെയ്യുക. അതായത് ഹ്യൂമൻ റൈറ്റ്സിന് എന്ത് ചെയ്യുക, വേണ്ട ആയിഷേ വേണ്ട, അങ്ങനത്തെ കമൻസ് ഒന്നും ഇവിടെ വേണ്ട. സോ ഹ്യൂമൻ റൈറ്റ്സിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പീസ് കീപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, വടിവാളിൻ്റെ കാലം മാറിയത് അറിഞ്ഞിട്ടില്ല ചിലവർ. ഓക്കെ അജയ്,
I got the point. Now coming back to what I'm telling, peacekeepers-ന്റെ റോൾ ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാണ്. അത് രേവതിക്ക് സിനിമ ഏതൊന്ന് കിട്ടി. പീസ് കീപ്പേഴ്സ് അവരവരുടെ റോള് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരവരുടെ റോള് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഹർബീത് പ്രീത് സിംഗ് പറയുന്നത്. അതായത് കുറച്ചും കൂടെ പീസ് കീപ്പേഴ്സ് അവരുടെ റോള് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യണം, എഫക്റ്റീവായിട്ട് ചെയ്യണം. മാത്രമല്ല വയലൻസിനെ അവർ അഡ്രസ്സ് ചെയ്യുകയും പീസിനെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്ലോബൽ കോൺഫ്ലിക്ട്സിന് നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. ഈ ഒരൊറ്റ എഡിറ്റോറിയൽ കോളത്തിലൂടെ പീസ് മേക്കിംഗ് വേണമെന്നും എന്നാൽ പീസ് മേക്കിംഗ് ചെയ്യുന്നവർ തന്നെ അതിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് സമാധാനം തരുന്നവർ തന്നെ എങ്ങനെ സമാധാനം തരണമെന്നറിയില്ലെങ്കിൽ അവിടെ പിന്നെ സമാധാനം ഉണ്ടാവുമോ? ഇല്ല. എനിക്കൊന്നും ഞാൻ വല്ല ടങ് ട്വിസ്റ്റർ കോൺടെസ്റ്റിലൊക്കെ പോകണം തോന്നുന്നു. ഭയങ്കര രസമായിട്ട് എനിക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളാരും പറയുന്നത് ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണ് ഗൈസ്. അതായത് ഈ സമാധാനം തരേണ്ടവർ സമാധാനം തരാതിരിക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്യാനോ ഒരു സൊല്യൂഷൻ തരാനോ നോക്കാതെ മറിച്ച് അവർ എന്താ ചെയ്യുന്നത്? അവർ ലിറ്ററലി അവരുടെ റൂൾസും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൂൾസ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് മാറി ആ റൂൾസിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യുകയും ആ റൂൾസിനെ ഒന്നുകൂടെ അമെൻഡ് ചെയ്ത് പുതിയ റൂൾസ് കൊണ്ടുവരികയും പീസ് കീപ്പേഴ്സ് അവരുടെ റോൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് ചെയ്യുകയും ചെയ്താൽ ഗ്ലോബൽ കോംപ്ലക്സ് കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഒഴിവാക്കാം. ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് എഡിറ്റോറിയൽ സെഷനിൽ പറയുന്നത്. ഐ ഹോപ്പ് ഇതിനെക്കുറിച്ച് സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പ്രൈമറി റൂൾ ഓഫ് ബ്ലൂ ഹെൽമെറ്റ്സ് അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ? എന്താണ് ബ്ലൂ ഹെൽമെറ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ടു എൻഗേജ് ഇൻ കോംബാറ്റ്, ടു പ്രൊവൈഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി, ടു കണ്ടക്ട് മിലിറ്ററി ട്രെയിനിങ്. പെട്ടെന്ന് പറഞ്ഞേ, എന്താണ് ഇവിടെ ആൻസർ വരിക? പെട്ടെന്ന്. യെസ്, വെരി ഗുഡ് ഗൈസ്. മഴ പെയ്യുന്നത് പോലെയാണ് ആൻസർ വരുന്നത്. ആൻസർ സി ആണ്, മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി. എല്ലാ രാജ്യങ്ങളും അവരുടെ സമാധാനവും സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ യുദ്ധം എന്നത് ഒഴിവാക്കാം, അല്ലേ? ഇപ്പം ഒരു ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, തേർഡ് വേൾഡ് വാർ, ഫോർത്ത് വേൾഡ് വാർ, അങ്ങനെ വേൾഡ് വാറിൻ്റെ കണക്കുകൾ കൂട്ടി വെക്കണോ? വേണ്ട. കുറച്ചും കൂടെ പീസ് കീപ്പേഴ്സ് അവരുടെ റോൾ എഫക്റ്റീവായിട്ട് ചെയ്യട്ടെ, ഗ്ലോബൽ കോൺഫ്ലിക്ട്സ് ഒഴിവാവട്ടെ, അല്ലേ? അതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ ആർട്ടിക്കിൾ എംഫസൈസ് ദ നീഡ് ഫോർ ബ്ലൂ ഹെൽമെറ്റ്സ് ടു, എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലൂ ഹെൽമെറ്റ്സ് വേണമെന്ന് പറയുന്നത്? ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം നാഷണൽ ഗവൺമെൻറ്റ്സ്, കൊളാബറേറ്റ് ക്ലോസ്ലി വിത്ത് ലോക്കൽ അതോറിറ്റീസ്, പ്രയോറിറ്റൈസ് മിലിറ്ററി ഒബ്ജക്റ്റീവ്സ്, ഫോക്കസ് സോൺലി ഓൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇത് ആക്ച്വലി സിംഗ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തൊരു പ്രശ്നം നടക്കുകയാണെങ്കിൽ ആ പ്രദേശത്തിൻ്റെ മുകളിലിരിക്കുന്നവരോടല്ല സമാധാനം കൊടുക്കേണ്ടത്. ആ പ്രദേശത്തുള്ള അത് അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വേണം സപ്പോർട്ട് ചെയ്യാനും അവരെ വേണം എന്ത് ചെയ്യാൻ, അവർക്ക് വേണം സമാധാനം കൊടുക്കാൻ. അല്ലാതെ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് മാത്രമല്ല സമാധാനം കൊടുക്കേണ്ടത്, രാജ്യത്ത് ജീവിക്കുന്ന, രാജ്യത്തിൻ്റെ എല്ലാം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് സെക്യൂരിറ്റിയും പീസും കൊടുക്കണം, അല്ലെ? സമാധാനവും സംരക്ഷണവും കൊടുക്കേണ്ടത് സാധാരണ ജനങ്ങളിലേക്കാണ്, അവരിലേക്കാണ് അത് എത്തിക്കേണ്ടതെന്നാണ് സിംഗ് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ബി, കൊളാബറേറ്റ് ക്ലോസ്ലി വിത്ത് ലോക്കൽ അതോറിറ്റീസ്. അത് ചെറിയ ലോക്കൽ അതോറിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പീസ് ആൻഡ് സെക്യൂരിറ്റി ജനങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കാനായിട്ട് നോക്കുക. അത്യാവശ്യം നല്ലൊരു എഡിറ്റോറിയൽ കോളമാണ്. ഞാൻ ഈ സെലക്ട് ചെയ്തതെല്ലാം തന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഡിറ്റോറിയൽ കോളത്തിനെല്ലാം നമ്മുടെ എക്സാം ആയിട്ട്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഫേസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫേസുമായിട്ട് റിലേഷൻ ഉണ്ട്. മാത്രമല്ല കുറച്ചും കൂടി കറണ്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെയും വരാം. ഞാൻ പറഞ്ഞില്ലേ, മഡഗാസ്കറിലെ ബബുവ ട്രീ എങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകുന്നു, അതിനെ എങ്ങനെ സേവ് ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വന്ന റീഡിംഗ് കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം നമുക്ക്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദി എഡിറ്റോറിയൽ വൺ ഓഫ് ദി ചാലഞ്ച് ഫേസ്ഡ് ബൈ ബ്ലൂ ഹെൽമെറ്റ്. എന്ത് ചാലഞ്ചസ് ആണ് ബ്ലൂ ഹെൽമെറ്റ് ഫേസ് ചെയ്തത്? ലാക്ക് ഓഫ് ഫണ്ടിങ്, ഇൻസഫിഷ്യൻറ്റ് ട്രെയിനിങ്, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്, ഓവർവെൽമിംഗ് പബ്ലിക് സപ്പോർട്ട്. ഇതിൽ ഒരെണ്ണം നമുക്ക് കട്ടയ്ക്ക് ഔട്ട് ചെയ്യാം. പബ്ലിക് സപ്പോർട്ട്, അതായത് ബ്ലൂ ഹെൽമെറ്റ് വരണ്ടെന്നും പറഞ്ഞ് താങ്ക് യു ആയുഷ്, വളരെ ശ്രദ്ധയോടെയാണ് ഇത് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊക്കെ നീ ക്ലാസ് കഴിയുമ്പോൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഇടി വാങ്ങിക്കുന്നത്. എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടണം എല്ലാവരുടെ കയ്യിൽ നിന്നും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ട്, എനിക്ക് എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാം, വെറുതെ കണ്ടു പോകാതെ ഞാനിട്ട എഫേർട്ടിന് എങ്ങനെയുണ്ട്, ഇത് മതിയോ, ഇത് ഓക്കെ ആണോ, ഇത് എഫക്റ്റീവ് ആണോ എന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതനുസരിച്ചിരിക്കും സാറ്റർഡേയിലെ Xylem RAVE.
എനിക്കറിയാം ഇത് കഴിയുമ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ വരും. മിസ്സേ കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വരും. അപ്പം ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ക്ലാസ്സിൻ്റെ താഴെ പറഞ്ഞൂടെ? അപ്പം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളിത് പറയുന്ന സമയത്ത് ഒരുപാട് വേറെയും പഠിക്കാൻ സോഴ്സസ് തപ്പുന്ന കുട്ടികൾ റാൻഡം ആയിട്ടൊക്കെ വന്ന് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കും ഇത് ബെനിഫിറ്റ് ആവും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറേ പേര് കമൻറ്റ് നോക്കി ക്ലാസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ ഫുൾ ക്ലാസ് കണ്ടില്ലേ, അവർക്ക് പഠിക്കണം, അവർക്കും വൊക്കാബിൻ്റെ ക്ലാസ്സസ് വേണം, അങ്ങനെ വിചാരിക്കുന്നവരും വന്ന് കാണട്ടെ. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങൾ മാത്രമല്ല, എഫക്റ്റീവായിട്ട് പഠിക്കണം, പരീക്ഷ ക്രാക്ക് ചെയ്യണം, എഡിറ്റോറിയൽ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഒരുപാട് സമയം ഹിന്ദുവിൽ സ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്കും ഇത് എഫക്റ്റീവായിട്ട് മനസ്സിലാവുകയും ഇത് ഉപയോഗപ്രദവും ആവണം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് ഇവർ എക്സ്ട്രാ കാശ് അങ്ങനെയൊന്നും തരില്ല. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെപ്പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ്സസ് ബെനിഫിഷ്യൽ ആവണം. അതാണ് എനിക്ക് ഇമ്പോർട്ടൻസ്, അതാണ് സൈലത്തിന് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നോക്കാം. എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ റിപ്ലൈ കൊടുക്കാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ കൊണ്ട് വായിച്ചേ. ഞാൻ എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ടെലഗ്രാം ചാനൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. ആരെങ്കിലും ഒരാൾ പറ, ഞാൻ ടെലഗ്രാം ചാനൽ റിപ്ലൈ ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ പറ. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഞാനിവിടെ വെറുതെ ഇരിക്കല്ല, ആഴ്ചയെ പണിയെടുക്കുകയാണ്, അപ്പോൾ കുറച്ച് ലേറ്റ് ആവുമെങ്കിലും ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. നിനക്കായി പോലും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ, മോശമായിപ്പോയി. നാലാമത് നോക്കാം. ദ ഓദർ സജസ്റ്റ് ദാറ്റ് എഫക്റ്റീവ് ബ്ലൂ ഹെൽമെറ്റ് മിഷൻ റിക്വയർ. ഗവൺമെന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിന് ഷെയർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് അജയ്. രേവതി പറഞ്ഞു മിസ് റിപ്ലൈ തരാറുണ്ടെന്ന്. താങ്ക് യു രേവതി. അങ്ങനെ ഞാൻ റിപ്ലൈ തരാറുണ്ടെന്ന് പറഞ്ഞ ആരിൽ ഒരാളുണ്ടായിരുന്നല്ലോ ഇതിനകത്ത്. സന്തോഷമായി എനിക്ക്. അവന് റിപ്ലൈ കിട്ടിയിട്ട് പോലും അവൻ കൊടുക്കാൻ മടിയാണെന്നൊക്കെ പറഞ്ഞവൻ. ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. The author suggests that effective blue helmet mission require. എന്താണ് എഫക്റ്റീവായിട്ട് ബ്ലൂ ഹെൽമെറ്റ് മിഷൻ കൊണ്ടുവരാനായിട്ട് റിക്വയർ ആവുന്നത്? മോർ ട്രൂപ്സ് ടു ദി ഗ്രൗണ്ട്. യുദ്ധം ചെയ്യുന്നിടത്ത് കുറച്ചുകൂടെ ആൾക്കാരെ ഇറക്കി യുദ്ധത്തിനെ കുറച്ചുകൂടെ എരുതിയിൽ എണ്ണ ഒഴിച്ച് എരുതിയെ ആളിച്ച് കത്തിക്കുക. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ഗ്രേറ്റർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ. അതെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോർപ്പറേറ്റ് ചെയ്യുക. അഡ്വാൻസ് ടെക്നോളജി കൊണ്ടുവന്നിട്ട് വേണം അവരെന്ത് ചെയ്യാൻ. ഹായ് ഐ വാസ് ജോക്കിങ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നീ പറഞ്ഞ ജോക്ക് ഞാൻ ജോക്കായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ വെറുതെ അത് ജോക്കായിട്ട് പറഞ്ഞാണ്. നീ വാ കെട്ടി മൂടിയിരിക്കുന്ന സ്മൈലിയൊക്കെ ഇട്ടിട്ട് സാഡ് ആവണ്ട. ഓക്കെ, സോ ഗ്രേറ്റർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ, അഡ്വാൻസ് ടെക്നോളജി. യുദ്ധം ചെയ്യുന്നവന്മാരുടെ കയ്യിലേക്ക് അഡ്വാൻസ് ടെക്നോളജി കൊണ്ടെടുത്ത് അവർ അതോട് ഉപയോഗിച്ച് യുദ്ധം ചെയ്യും അല്ലേ. എ ഫോക്കസ് ഓൺ കൾച്ചറൽ എക്സ്ചേഞ്ച് മാത്രം കൊണ്ട് പീസ് ആൻഡ് സെക്യൂരിറ്റി കൊണ്ടുവരാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ. സോ ദ ആൻസർ ഇസ് ഗ്രേറ്റർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ. ഓക്കെ, സോ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ. നൗ വി ആർ മൂവിങ് ടു ദി വൊക്കാബ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കഴിഞ്ഞ 4 ദിവസത്തെ വൊക്കാബുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മലയാളം മീനിങ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടസ്ലിംഗ്, അതായത് കലഹം. എൻഗേജ് ഇൻ വിഗറസ് സ്ട്രഗിൾ ഓർ സ്കഫിൾ എന്നാണ് അതിൻ്റെ മീനിങ്. സ്ട്രഗിളിംഗ്, റെസ്ലിംഗ് എന്നൊക്കെ സിനണിംസ് വരുന്നുണ്ട്. എഗ്രീയിങ്, കോപ്പറേറ്റിംഗ് എന്നതാണ് ഇതിൻ്റെ ആൻറ്റണിംസ് വരുന്നത്. ഇനി അന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും, വീണ്ടും. വൺസ് മോർ, എഗെയിൻ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എഗെയിൻ, അഫ്രഷ്, വൺസ് മോർ എന്ന സിനണിംസ് ഉപയോഗിക്കാം. പ്രീവിയസ്ലി, ഏർലിയർ എന്നുള്ളത് ഇതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് ഉപയോഗിക്കാം. സൺഡേർഡ് എന്ന് വെച്ചാൽ വേർപെട്ട എന്നാണ് അതിൻ്റെ മീനിങ്. സ്പ്ലിറ്റ് അപ്പാർട്ട് എന്ന് ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് പറയും. സെപ്പറേറ്റഡ്, ഡിവൈഡഡ് എന്നാണ് സിനണിംസ് വരുന്നത്. റിട്രീറ്റ്, വിഡ്രോവൽ ആണ് അതിൻ്റെ ആൻറ്റണിംസ്. മാത്രമല്ല ഹെറാൾഡിംഗ് എന്താണ്? മുന്നറിയിപ്പ് നൽകുക. ബി എ സൈൻ ദാറ്റ് സംതിങ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ. അനൗൺസിങ്, പ്രൊക്ലെയിമിംഗ് ആണ് ഇതിൻ്റെ സിനണിംസ്. കൺസീലിംഗ്, ഹൈഡിംഗ് ആണ് ഇതിൻ്റെ ആൻറ്റണിംസ്. ഓക്കെ, അടുത്ത വാക്ക് പോവാം. സ്റ്റാർക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂക്ഷമായി, അതായത് ഇൻ എ വേ ദാറ്റ് ഇസ് സിവിയർ ഓർ ഹാർഷ്. അപ്പിയറൻസ് ഓർ ഔട്ട്ലൈൻ. അപ്പിയറൻസിലോ ഔട്ട്ലൈനിലോ വളരെ സിവിയറോ ഹാർഷ് ആയിരുന്നു നമുക്ക് സ്റ്റാർക്ലി എന്ന് പറയാനായിട്ട് സാധിക്കും. ഹാർഷ്ലി, പ്ലെയിൻലി എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ സിനണിംസ് ഉപയോഗിക്കാം. സോഫ്റ്റ്ലി, ജെന്റ്ലി എന്നൊക്കെ ഇതിൻ്റെ ആൻറ്റണിംസ് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ഗിൽബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപലമായ. ഓക്കെ, തോട്ട്ലെസ്, സൂപ്പർഫിഷ്യൽ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതിൻ്റെ മീനിങ്. സ്മൂത്ത്ലി, കാഷ്വലി എന്നതാണ് ഇതിൻ്റെ സിനണിംസ്. സിൻസിയർലി ആൻഡ് ഏർണസ്റ്റ്ലി എന്നത് ഇതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് ഉപയോഗിക്കാം. ഗാൽവനൈസ്, ഷോക്ക് ഓർ എക്സൈറ്റ് സംവൺ ഇൻ ടു ടേക്കിംഗ് ആൻ ആക്ഷൻ. അതായത് ഉണർത്തുക, ഭയങ്കരമായിട്ട് സംസാരിച്ചൊക്കെ ഒരാളെ ഉണർത്തുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. സിനണിം അറൗസ് എന്നാണ്. ആൻറ്റണിം ഡീമോട്ടിവേറ്റ് എന്നാണ്. ഓക്കെ, നൗ വാണ്ടഡ് എന്ന് വെച്ചാൽ എന്താണ്? വാണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ്ഡ് ഓർ ബോസ്റ്റഡ് അബൌട്ട്. ബ്രോസ്റ്റഡ് എന്നൊന്നും വായിച്ച് കളയരുത്, ബോസ്റ്റഡ് എന്ന് നടക്കണം. ഈവനിങ് ആയി വിശക്കുന്നുണ്ടാവും, ബ്രോസ്റ്റ് എന്നൊക്കെ വായിക്കും ബോസ്റ്റിനെ പലരും. സോ ഇവിടെ എന്താണ്? പൊങ്ങച്ചം പറയുക. ഓക്കെ, സോ അതാണ് സിനണിമായിട്ട് ബ്രാഗ്ഡ് ഉപയോഗിക്കാം. ഡിമിനിഷ്ഡ് ആണ് ആൻറ്റണിം വരുന്നത്. ആൻഡ് റിഹോൾഡ് എന്ന് വെച്ചാൽ
പുനരധിവസിപ്പിച്ചു എന്നാണ് അതിന്റെ മലയാളം മീനിങ്. ടു റെനോവേറ്റ് അല്ലെങ്കിൽ മേക്ക് എന്ന മീനിങ് വരുന്നു. റെനോവേറ്റഡ്, റിവൈസ്ഡ് എന്ന സിനണിംസ് ഉപയോഗിക്കാം. അൺചേഞ്ച്ഡ് ആൻഡ് അൺറിവൈസ്ഡ് എന്ന ആന്റണിംസ് ഉപയോഗിക്കാം. ദെൻ അംബ്രേജ്, അമ്പരപ്പ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഒഫെൻസ് ഓർ അനോയൻസ് എന്നും പറയാറുണ്ട്. ഒഫെൻസ്, റിസെന്റ്മെന്റ് എന്ന സിനണിമും ഡിലൈറ്റ്, പ്ലഷർ എന്ന ആന്റണിമും നമുക്ക് ഉപയോഗിക്കാം. കേഴ്സറി, അശ്രദ്ധമായ എന്നാണ് കേഴ്സറിയുടെ മീനിങ്. ഹേസ്റ്റി, therefore not thorough or detailed. പ്രോപ്പർ അല്ല, thorough അല്ല, ഡീറ്റെയിൽ അല്ല, പെട്ടെന്ന് കെയർലെസ് ആയിട്ട്. നിങ്ങളൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കില്ലേ ബാങ്ക് എക്സാമിന്റെ സമയത്ത്, അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ കെയർലെസ് ആയിട്ട് ഇംഗ്ലീഷിന് മിസ്റ്റേക്ക് ഉണ്ടാക്കി നെഗറ്റീവ് മാർക്ക് അടിക്കില്ലേ, അതിനെ നമുക്കിത് പറയാം. സൂപ്പർഫിഷ്യൽ, പെർഫങ്ഷണറി എന്നൊക്കെ പറയാൻ പറ്റും സിനണിംസ്. ആന്റണിംസ് ആയിട്ട് thorough, detailed എന്ന് നമുക്ക് ഉപയോഗിക്കാം. Now, churn, ഇളക്കുക, അതായത് ഷേക്ക് ഇൻ എ മെഷീൻ ടു പ്രൊഡ്യൂസ് ബട്ടർ, അതാണ് ടു മൂവ് വിഗറസ്ലി എന്നാണ് എൻ്റെ ഏറ്റവും എളുപ്പമുള്ള മീനിങ്. ടെർമോയിൽ, അജിറ്റേഷൻസ് എന്ന് പറയാം. കാംനെസ്, സെറനിറ്റി ആന്റണിംസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ Xylem RAVE. മറ്റുള്ള ഏത് Xylem RAVEൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ Xylem RAVE എന്ന് എനിക്കറിയാം. ഇതുപോലെ സാറ്റർഡേ വൈകിട്ട് 6 മണിക്ക് കൃത്യം നമ്മൾ Xylem RAVE ആയിട്ട് വരും. അന്നും നമ്മൾ ഇതുപോലെ സെലക്ടഡ് ആയിട്ടുള്ള എഡിറ്റോറിയൽ കോളംസിന്റെ സമ്മറി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും, വൊക്കാബുകൾ ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ അറ്റൻഡ് ചെയ്യാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ താഴെ ലൈവ് ചാറ്റിൽ അല്ലാതെ വന്ന് കമന്റ് ചെയ്ത് ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും പറയുക. ഒരുപാട് എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് അവരോടും പഠിക്കാൻ പറയുക. ഓക്കെ, സോ ഉറപ്പായിട്ടും PDF ഷെയർ ചെയ്യും. എൻ്റെ ചാനലിൽ PDF കിട്ടുന്നുണ്ടാവും. യു ക്യാൻ കം ആൻഡ് കളക്ട് ഇറ്റ് ഫ്രം ദെയർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ജോലി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.